നമ്മുടെ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആകാശത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തേക്കാൾ ചിലപ്പോൾ നിർണായകമാകാറുള്ളത് അവരുടെ നക്ഷത്രമാറ്റങ്ങളാണ്. 2026 ഏപ്രിൽ 13 മുതൽ ബുധൻ ഭഗവാൻ ശനിയുടെ നക്ഷത്രമായ ഉത്തരാഭ്രപാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിദ്യ, ബുദ്ധി, വാക്ചാതുര്യം, വ്യാപാരം എന്നിവയുടെ അധിപനായ ബുധൻ കർമ്മഫലദാതാവായ ശനിയുടെ നക്ഷത്രത്തിൽ എത്തുമ്പോൾ അത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ തലവര മാറ്റുന്ന മാറ്റങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് 3 രാശിക്കാർക്ക് ഈ മാറ്റം ഒരു വലിയ വഴിത്തിരിവാകും. അത് ഏതൊക്കെ രാശികളാണെന്നും ഇതിന്റെ പിന്നിലെ ജ്യോതിഷപരമായ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് വിശദമായി നോക്കാം. ഈ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പ്രധാന കാര്യങ്ങളാണ്. ബുധന്റെ നീചാവസ്ഥ. ഏപ്രിൽ 11 ബുധൻ മീനം രാശിയിലേക്ക് കടന്നു. മീനത്തിൽ ബുധൻ നീചൻ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ബുധൻ നീചനായാൽ ചിന്താക്കുഴപ്പം, ധനനഷ്ടം എന്നിവ വരാം. നീചഭംഗ രാജയോഗം. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മീനം രാശിയുടെ അധിപനായ വ്യാഴം, അതായത് ഗുരു, അവിടെ വളരെ ശക്തനായി നിൽക്കുന്നു. നീചനായ ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ ബലവാനായി നിന്നാൽ അവിടെ നീചഭംഗ രാജയോഗം സംഭവിക്കുന്നു. അതായത് ദോഷങ്ങൾ മാറി അതൊരു വലിയ ഭാഗ്യമായി മാറുന്നു. ഏപ്രിൽ 13 രാവിലെ 10:52 ബുധൻ പൂർവ്വഭദ്രപദം വിട്ട് ഉത്തരഭദ്രപാദത്തിലേക്ക് മാറുന്നതോടെ ഈ യോഗം അതിന്റെ പൂർണ്ണ ശക്തിയിൽ എത്തും. ഏപ്രിൽ 22 വരെ ഈ സുവർണകാലം നിലനിൽക്കും. ഈ 10 ദിവസത്തിനുള്ളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദീർഘകാലത്തേക്ക് സ്വാധീനിച്ചേക്കാം. ആദ്യത്തെ ഭാഗ്യരാശി മിഥുനമാണ്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ഇതിൽ വരുന്നു. ബുധൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് എന്നത് ഈ മാറ്റത്തിന് ഗുണം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പുതിയ പദവികൾ തേടി വരാനോ സാധ്യതയുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മേലാധികാരിയിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. IT, ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ഈ സമയം സുവർണാവസരമാണ്. ബുധൻ നിങ്ങളുടെ സംസാരത്തെ സ്വാധീനിക്കും. മാർക്കറ്റിംഗ്, ടീച്ചിങ്, വക്കീൽ ജോലി എന്നിവ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും അതിലൂടെ ധനം സമ്പാദിക്കാനും സാധിക്കും. പകുതി വഴിയിൽ പഠനം നിർത്തിയവർക്കും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് തടസ്സം നേരിട്ടവർക്കും വീണ്ടും പഠിക്കാൻ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങാൻ ഭാഗ്യം ലഭിക്കും. മിഥുനം രാശിക്കാർ ഈ സമയത്ത് പച്ച നിറത്തിന് പ്രാധാന്യം നൽകണം. ബുധനാഴ്ചകളിൽ പച്ചവസ്ത്രം ധരിക്കുകയോ പച്ച നിറമുള്ള ഒരു കർച്ചീഫ് പേഴ്സിൽ വെക്കുകയോ ചെയ്യുന്നത് ബുധപ്രീതിക്ക് നല്ലതാണ്. കിടക്കുന്ന ബെഡ്ഷീറ്റ് ചിലപ്പോൾ പച്ച നിറത്തിലുള്ളത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശിവക്ഷേത്ര ദർശനം നടത്തണം. അവിടെ ഒരു കൂവളമാല കൂടി സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പറ്റുമെങ്കിൽ ഒരു ചെമ്പ് കിണ്ടിയിൽ വെള്ളം നിറച്ച് തുളസിയുടെ ചുവട്ടിൽ വെച്ചിട്ട് ഓം ഭൂം ബുധായ നമഃ എന്നിങ്ങനെ 27 തവണ ചൊല്ലിയതിനു ശേഷം ആ ജലം തുളസിക്ക് സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വിദ്യാവിജയവും ഒക്കെ വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നത് തടസ്സങ്ങൾ നീക്കും. വീട്ടിൽ തുളസി ചുവടിൽ ചെമ്പുപാത്രത്തിൽ വെള്ളം വെച്ച് ജപിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കൂടാൻ സഹായിക്കും. അടുത്തത് കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടവം രാശിയാണ്. നിങ്ങൾക്ക് ഈ മാറ്റം പ്രധാനമായും സാമ്പത്തിക നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ഭൂമി ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം ഈ സമയത്ത് ഉണ്ടാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച പങ്കാളികളെ ലഭിക്കും. ഷെയർ മാർക്കറ്റിലും ചിട്ടിയിലും നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യം പോലും ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഏപ്രിൽ 13 ശേഷം മാന്യമായ ശമ്പളമുള്ള ഒരു ജോലി ഉറപ്പായും പ്രതീക്ഷിക്കാം. ഇടവം രാശിക്കാർ ബുധനാഴ്ചകളിൽ പശുവിന് പച്ചപ്പയറോ പുല്ലോ നൽകുന്നത് വളരെ വലിയ പുണ്യമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കും.
വീട്ടിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൺകുടത്തിൽ പച്ചപ്പയർ നിറച്ചു വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. കൂടാതെ ഒരു പുതിയ പേഴ്സ് വാങ്ങി അതിൽ മഹാലക്ഷ്മിയുടെ ചെറിയൊരു ചിത്രം വെച്ച് സൂക്ഷിക്കുന്നത് പണം വർദ്ധിക്കാൻ സഹായിക്കും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ വരുന്ന ധനുരാശിക്കാർക്ക് കഴിഞ്ഞ കുറേ കാലമായി മനസമാധാനം കുറഞ്ഞ അവസ്ഥയായിരുന്നു. എന്നാൽ ഇനി മാറ്റത്തിന്റെ കാലമാണ്. കുടുംബത്തിലെ വഴക്കുകൾ, പ്രത്യേകിച്ച് സ്വത്ത് സംബന്ധമായോ ബന്ധുക്കളുമായോ ഉള്ള തർക്കങ്ങൾ അവസാനിക്കും. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒന്നിക്കാനുള്ള അവസരമുണ്ടാകും. സ്വന്തമായി വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. നിങ്ങളെ അറിയാതെ തളർത്താൻ നോക്കിയ ശത്രുക്കൾ താനെ പിന്മാറും. ജോലിയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ധനുരാശിക്കാർ ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കണം. ബുധൻ ശനിയുടെ നക്ഷത്രത്തിൽ ആയതുകൊണ്ടാണ് ഈ പരിഹാരം പറയുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി ഇടുക. ഇവിടെ പറഞ്ഞ 3 രാശിക്കാരും ദിവസവും ഒരു 108 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ മിഥുനം, ഇടവം, ധനുരാശിക്കാർക്ക് ഈ തീയതി മുതൽ വളരെയധികം മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുന്നത്. നിജഭംഗ രാജയോഗത്തിന്റെ പൂർണ്ണഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഈ പറഞ്ഞ 3 രാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത്. എങ്കിലും ഓർക്കുക, ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവവിശ്വാസവും ചേരുമ്പോഴാണ് പൂർണ്ണഫലം ലഭിക്കുന്നത്. ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശിയും സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താം. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു പ്രധാന അധ്യായവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.